JSK സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി. ചിത്രം ഈ മാസം 18-ന് തിയേറ്ററിൽ എത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടോ? രതീഷ്, ജാനകി വി ആക്കി മാറ്റിക്കൊണ്ട് ഒരു ഇനിഷ്യൽ കൂടി ചേർത്തുകൊണ്ട് സെൻസർ ബോർഡ് ഒടുവിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. സെൻസർ ബോർഡിന്റെ കടുംപിടുത്തങ്ങൾക്കൊടുവിൽ അണിയറ പ്രവർത്തകർ ജാനകി എന്ന തങ്ങളുടെ കഥാപാത്രത്തെ ജാനകി വിദ്യാധരൻ പിള്ളയുടെ വി എന്ന ഇനിഷ്യൽ കൂടി ചേർത്തുകൊണ്ട് ടൈറ്റിൽ ഉൾപ്പെടെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി മാറ്റുകയായിരുന്നു. മാത്രമല്ല, സെൻസർ ബോർഡ് പറഞ്ഞതുപോലെ അതിജീവിതയായ ജാനകി എന്ന കഥാപാത്രത്തെ കോടതി മുറിയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന ഭാഗത്ത് പേര് മ്യൂട്ട് ചെയ്തുകൊണ്ടും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്ത പതിപ്പ് ഇന്നലെയാണ് സെൻസർ ബോർഡിന് കൈമാറിയത്. ഇന്നലെ തന്നെ സെൻസർ ബോർഡ് ആ ചിത്രം പൂർണ്ണമായും കണ്ടു. മാറ്റങ്ങൾ വിലയിരുത്തി അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മലയാള ചിത്രത്തിന്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി നായകനായ മലയാള ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ വളരെ പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്ന സിനിമ, അപ്പോൾ അതിനൊരു പബ്ലിസിറ്റി കൂടി ആയില്ലേ ഇത്തരം വലിയ വിവാദം? സിനിമ സ്വാഭാവികമായി വരുവതിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ റിലീസിന് മുൻപേ. അതെ, കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ എത്തേണ്ട സിനിമയായിരുന്നു. അതിന്റെ റിലീസിന് മുന്നോടിയായുള്ള മറ്റു അഭിമുഖങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള വർക്കുകളോ PR വർക്കുകളൊക്കെ നടത്തുന്ന ആ സമയത്താണ് ഈ വിവാദം വരികയും ചിത്രത്തിന് പ്രദർശനാനുമതി നിലച്ചു പോവുകയും ചെയ്തത്. പിന്നീട് ആ ചിത്രത്തിന്റെ നിയമാനുമതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു അണിയറ പ്രവർത്തകർ. പ്രവീൺ നാരായണൻ അടക്കമുള്ള സംവിധായകൻ അടക്കമുള്ള അണിയറ പ്രവർത്തകർ. അങ്ങനെ വലിയൊരു അനിശ്ചിതാവസ്ഥയൊക്കെ മറികടന്ന് ഇപ്പോൾ ചിത്രം തിയേറ്ററിലെത്താൻ പോകുന്നു. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ഇനി ചിത്രം ഏതാണ് എന്താണ് എന്നും പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല. അത് ഈ നിയമ പോരാട്ടത്തിനിടയിൽ അങ്ങനെ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയണം, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സെൻസറിങ്, ഒരു കടുംപിടുത്തം സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ആ ചിത്രത്തിന് വന്നു എന്നുള്ളതാണ്. കാരണം ഒരു പേര്, അത് സീതാദേവിയുടെ പേരിനോട് സാദൃശ്യമുണ്ട്, അതുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു കടുംപിടുത്തം സെൻസർ ബോർഡ് പ്രശ്നമെല്ലാം മാറി എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ, തിയേറ്ററിലേക്ക് എത്തേണ്ട ആ സമയം, അതിന്റെ സമയനഷ്ടം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നീങ്ങുകയാണ്. അണിയറ പ്രവർത്തകർ ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അറിയാം 18-ന് തിയേറ്ററിലെത്തും എന്നാണ് അറിയുന്നത്. അത് ഉറപ്പിക്കാനാകുന്നതാണോ? ഇനി എന്തായാലും റിലീസിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മാത്രമായിരിക്കുമല്ലോ അവരുടെ മുന്നിലുള്ളത്. സംവിധായകൻ പ്രവീൺ നാരായണനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് 18-ന് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തങ്ങളുടെ ഭാഗത്ത് നടത്തുന്നു എന്നുള്ളത്. മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ മാസം 18-ാം തീയതി തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അതാണ് നേരത്തെയും ഈ സെൻസർ ബോർഡ് കോടതിയുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകൾ പൂർത്തിയായപ്പോൾ അവർ മനസ്സിൽ കണ്ട തീയതി 18 എന്നുള്ളതാണ്. മറ്റു തടസ്സങ്ങളില്ല എങ്കിൽ ഈ മാസം 18-ാം തീയതി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നുള്ളതാണ്. അവിടെ ഒരു എടുത്തു പറയേണ്ട കാര്യം, ഈ ക്രോസ് വിസ്താര രംഗത്തൊക്കെ ജാനകി എന്ന് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ സീൻ കട്ട് ചെയ്യുകയല്ല. അപ്പോൾ അഭിഭാഷകനായ സുരേഷ് ഗോപി ജാനകി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അത് ജാനകി എന്ന് ഊഹിച്ചെടുക്കണം. കാരണം ആ സീനിൽ അവിടെ ജാനകി എന്ന ശബ്ദം സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരം കട്ട് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ആ ചിത്രം വരുന്നതിന്റെ ആശങ്ക അണിയറ പ്രവർത്തകർക്കുണ്ട്. പക്ഷെ മറ്റൊന്നാണ്, ഈ വാർത്തകൾ വന്നതോടെ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണെന്നും അവിടെ മ്യൂട്ട് ചെയ്യപ്പെട്ടത് ജാനകി എന്ന ശബ്ദമാണെന്നും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല.